മഴനൂർ മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ. ഗംഗേട്ടൻ മുത്തശ്ശിയെടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വൈജയന്തിനി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് നല്ലൊരു ഭാര്യയായും നല്ലൊരു അമ്മയായും ബാലേന്ദ്രൻ്റെ കൂടെ താമസിക്കണമെന്നുള്ള കാര്യം അമ്മ അവളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ ഞാൻ ഇനി എന്തൊക്കെയാണ് ഇനി കാണേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ ഇനി സഹിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. വൈജയന്തി ഇതൊക്കെ മനസ്സിലാക്കും, അവൾ അങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തേ പറ്റൂ, ഇല്ല എന്നുണ്ടെങ്കിൽ അവളുടെ കുടുംബം തകരുമെന്നുള്ള കാര്യം ഗംഗേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുത്തശ്ശിക്ക്. അങ്ങനെ പിന്നീട് നമ്മളുടെ ശിവേട്ടനും ഗംഗേട്ടനും അതേപോലെ രാജീവനും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അവർ തിരിച്ചു പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ തിരിച്ചു പോയാൽ എങ്ങനെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ സെറ്റാക്കിയിട്ട് പോയാൽ മതിയല്ലോ. അത് ഗംഗേട്ടൻ പറയുന്ന കണക്കല്ല, ഗംഗേട്ടൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫല്ലേ, ഞങ്ങൾക്ക് ഇനി അവിടെ പോയിട്ട് ജോലിയില്ലേ. അത് മാത്രമല്ല വൈജയന്തി അടുത്ത് ഇനി ഗംഗേട്ടൻ സംസാരിച്ചാലേ ശരിയാവൂ, ഞങ്ങൾ കോംപ്രമൈസ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അവളതൊന്നും വകവെച്ച് തരത്തില്ല, ഗംഗേട്ടൻ പറഞ്ഞാൽ അവൾ കേൾക്കുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, അവൾ ഞാൻ പറഞ്ഞാലും ഇനി കേൾക്കുമെന്ന് തോന്നുന്നില്ല, മുമ്പ് സംസാരിച്ചപ്പോൾ ഒരു അടി കൊടുത്തിട്ട് അവൾ വായടച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, എല്ലാത്തിനും ആണിക്കല്ല് വൈജയന്തി തന്നെയാണ്, വൈജയന്തി തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ. ആ അലീനയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവിടെ ജോലി ചെയ്ത് എല്ലാ കാര്യങ്ങളും നല്ലപോലെ ചെയ്തുകൊണ്ടിരുന്നതല്ലേ, ആ പെങ്കൊച്ചിനെ വെറുതെ കുത്തിത്തിരിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് അവളാണെന്നൊക്കെ പറയുന്നുണ്ട്. അവൾ വല്ല ഇങ്ങനെ ജോലി ചെയ്ത് അവിടെ ജീവിച്ചു പോയെന്നൊക്കെ പറയുന്നുണ്ട് രാജീവനും ശിവേട്ടനും ഒക്കെ. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, അവൾ അങ്ങനെ ജീവിക്കേണ്ട ഒരു പെൺകുട്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ കമല വരുന്നുണ്ട് കേട്ടോ. കമല വന്നിട്ട് നമ്മുടെ ശിവേട്ടനടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തായാലും എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആയല്ലോ, എന്നാൽ പിന്നെ ആ രോഹിത്തിനെയും ബബിതേനെയും കൂടി അങ്ങോട്ടും കൊണ്ടാക്കിക്കൂടെ, എന്തിനാ ഇവിടെ നിർത്തി വെറുതെ ചിലവിന് കൊടുക്കണതെന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, അവർക്ക് ചിലവിന് കൊടുക്കണമെന്നേ ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ടടി, അതുകൊണ്ട് 16 ദിവസം ഇവിടെ നിർത്തി ചില ഗുണപാഠങ്ങളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇവർത്തികൾക്കെല്ലാം കൂടെ വെച്ച് വിളമ്പേണ്ടത് ഞാനല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശിവേട്ടൻ പറയുന്നുണ്ട്, നിനക്കതിന് പറ്റത്തില്ല എന്നുണ്ടെങ്കിലേ ഇപ്പം തന്നെ പല ബസ് സ്റ്റാൻഡിൽ നിന്ന് നിന്റെ വീട്ടിലേക്ക് വണ്ടി കയറിക്കോ, അവിടെ പോയി നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ സുഖമായിട്ട് അങ്ങ് ജീവിച്ചോളാൻ പറയാം കേട്ടോ. അങ്ങനെ നമ്മളുടെ കമല ദേഷിച്ചങ്ങ് പോവാണ്. ശിവേട്ടൻ പറയുന്നുണ്ട്, പിന്നെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുമ്പോൾ സാധനം ഇവിടെ കിട്ടും, അന്നേരം ഇനി അവൾ കൂടുതൽ കാര്യം പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിന് ശേഷം കാണിക്കുന്നത് ഹരിയും രോഹിത്തും ബബിതയും എല്ലാവരും കൂടി ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ആയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ അവർ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെ എല്ലാവരും കൂടി നമ്മളെ അങ്ങനെ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട, ഇനിയിപ്പം പിന്നെയും ചെന്ന് അലീനയുടെ അടുത്തേക്ക് കയറണ്ടേ, വീട്ടിലേക്ക് കയറണ്ടേ നാണം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഈ സീരിയലിൽ ഒരു പുതിയ കഥാപാത്രം വരുന്നുണ്ട്, ടോണി എന്നാണ് പേര്. നമ്മുടെ ഷെറിനില്ലേ, ഷെറിൻ്റെ ഭർത്താവായിരുന്നു ടോണി, അതായത് നമ്മളുടെ മാമച്ചനങ്ങളുടെ മകനെ പ്രേമിച്ച കുട്ടിയുണ്ടല്ലോ ഷെറിൻ്റെ കല്യാണം കഴിച്ച വ്യക്തിയാണ് ടോണി. അപ്പോൾ ടോണി വരുന്നുണ്ട്, ടോണിയുടെ കുടുംബമൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ മാമച്ചനും രേവതി കുട്ടിയും കൂടെ ആ വീട്ടിലേക്ക് വരികയാണ്. അവർ ഷെറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ആ കുഞ്ഞിനെ എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ടോണി ഇങ്ങനെ നേരത്തെ തന്നെ ഇങ്ങനെ അപ്പനും അമ്മയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഷെറിനെ പറ്റി അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അവൻ്റെ അമ്മ പറയുന്നുണ്ട്, ഷെറിനെ എന്തായാലും ഇനി ഈ വീട്ടിലേക്ക് കയറ്റാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ടോണി പറയുന്നുണ്ട്, അവളെ ഇങ്ങോട്ടേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണോ അമ്മ ഞാൻ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയത്, ഇനി എന്തായാലും ആ കാര്യത്തെ പറ്റി ആലോചിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ മാമച്ചൻ്റെ രേവതിക്കുട്ടിയും വരുന്നതും. അങ്ങനെ ടോണിയുമായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. എനിക്ക് നേരത്തെ പരിചയമില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് വന്നതെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്നൊക്കെ മാമച്ചൻ ഞങ്ങൾ പറയുന്നുണ്ട്. അന്നേരത്തേക്ക് ടോണി പറയുന്നുണ്ട്, എൻ്റെ അപ്പനും അമ്മയാണ്, നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഇവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കാം. അപ്പോഴും നമ്മുടെ രേവതിക്കുട്ടിയും മാമച്ചനൊക്കെ പറയുന്നുണ്ട്, ഇല്ല ഇത് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കേണ്ടത് തന്നെയാണ്, അതിന് ശേഷം നിങ്ങൾ പങ്കുവെച്ചോളൂ, അതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത് കേട്ടോ.